BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൂൾസുകളുടെ കൊട്ടാരം മൈമാൾ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalil Silks, the favorite silks. IDCB, let your deposits grow safe. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമ്പുഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. Oxygen, the digital shop, തൊടുപുഴ. Pulimottil Silks, Kottayam, Thodupuzha, Thrissur. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ജ്യോതി ബസാർ, കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ബയോനിർമാൺ, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 9447222792 9895423129 04862224248. ഗ്ലോബൽ സർക്കസ്, തൊടുപുഴ, ബംഗളൂർ ഷാപ്പുംപടിക്ക് സമീപം. ഏവർക്കും സ്വാഗതം. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജനവിധി തേടണമെന്ന് കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് PC ജോർജ്. മാറികയിൽ പുലിയെ കണ്ടെത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കുണിഞ്ഞി മലനിരകളിൽ പുലികൾ ഉള്ളതായി നാട്ടുകാർ. സോളാർ അഴിമതി കേസിൽ കുരുങ്ങിയ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുടെ എക്സൈസ് അവാർഡ് വണ്ടിപ്പെരിയാർ എക്സൈസ് സബ് ഇൻസ്പെക്ടർ CK സുനിൽ രാജിനെ ഫ്യൂജി ഗംഗ അഭിനന്ദിച്ചു. കോടിക്കുളം അഞ്ചക്കുളം ക്ഷേത്രത്തിൽ തിരുവത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടത്തി. വാർത്തകൾ വിശദമായി. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് PC ജോർജ് ആവശ്യപ്പെട്ടു. പണം കൊണ്ട് കോടാനുകോടി കൈക്കൂലി വഴി സാധിച്ചു വെച്ചിരിക്കുന്ന സ്വത്തും മുഖ്യമന്ത്രിയുള്ള അധികാരങ്ങളും മുഴുവനുള്ള UDFന് 5 പൈസ കയ്യിലില്ലാതെ MLA സ്ഥാനം പോലും ഇല്ലാതെ മനസാക്ഷി മാത്രം നീതിബോധം മാത്രം മുതലാക്കിക്കൊണ്ട് കിടക്കുന്ന ഞാൻ ആണ് എതിരെന്ന് പറയുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നാൽ ഞാൻ 100% സംതൃപ്തനായിരിക്കും. അത് ഞാൻ പറയാം. മാനാഭിമാനമുള്ളവന് UDF നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാജിവെച്ചത്. ഞാനും അതിലെ രാജിവെച്ചു. മാനാഭിമാനമുള്ള UDF എന്ന് പറയാൻ പറ്റും. റോഡിലൊക്കെ കയറി. അതുകൊണ്ട് രാജിവെച്ചു. പറയാം. മുഖ്യമന്ത്രിയുടെ ഏക ഉടൻ രാജിവെച്ച് ജനവിധി തേടുക, കോൺഗ്രസിനെ രക്ഷിക്കുക പറയാനുണ്ട്. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ മുട്ടം 110 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം 29-ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിക്കുമെന്ന് വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ 110 kV സബ്സ്റ്റേഷൻ മുട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ്, നമ്മുടെ മന്ത്രി ശ്രീ PJ ജോസഫ് അവരുടെ അധ്യക്ഷതയിൽ. അതിൽ നമ്മുടെ MP ഇടുക്കി MP ശ്രീ ജോയ്സ് ജോർജ് മുഖ്യ അതിഥി ആയിരിക്കുന്നതായിരിക്കും. തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കാർഷിക ലൈബ്രറിയുടെ പ്രവർത്തനം തികച്ചും മാതൃകാപരമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ജൈവ കൃഷിക്ക് സഹായകരമായ പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന കാർഷിക ലൈബ്രറി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഗാന്ധി ഹരിത സമൃദ്ധി ചീഫ് കോർഡിനേറ്ററും പരിസ്ഥിതി പ്രവർത്തകരുമായ എൻ രവീന്ദ്രൻ സംഭാവന ചെയ്ത 100 കാർഷിക പുസ്തകങ്ങൾ കാർഷിക ലൈബ്രറിക്ക് കൈമാറുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം VM സുധീരൻ നിർവഹിച്ചു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM അഗസ്തി, മുൻ MP PT തോമസ്, എക്സിക്യൂട്ടീവ് കാർഷിക ലൈബ്രറി ഭാരവാഹികളായ ടോം ചെറിയാൻ, രാജീവ് പാടത്തിൽ, TJ പീറ്റർ, സോണി കിഴക്കേക്കര, ദിലീപ് ജെ നായർ, ഹെജി പറയഞ്ചാലിൽ, ഡോക്ടർ CC മേനോൻ, PM മാത്യു, സിജോ തൈമറ്റം, ലൂക്കാച്ചൻ തോട്ടുപുറം, ഗോൾഡൻ ജേസീസ് പ്രസിഡന്റ് ഷിബു C നായർ, സെക്രട്ടറി ടോം അഞ്ചുകണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അവസരവാദപരമായ കൂട്ടുകെട്ടുകൾ നടത്തുന്നതിന് CPM-ന് യാതൊരു മടിയുമില്ല എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ചെറുതോണിയിൽ പറഞ്ഞു. ജനരക്ഷാ യാത്രയുടെ സ്വീകരണം ഏറ്റുവാങ്ങി ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1977 താൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ BJP-യുടെ പഴയ സംഘടനയായ ഭാരതീയ ജനസംഘം ജനതാ പാർട്ടിയുമായി CPM സഖ്യം ചേർന്നിരുന്നു. അന്ധമായ കോൺഗ്രസ് വിരോധത്തിൽ CPM BJP-യുമായി കൂട്ടുചേരില്ല എന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PP സുലൈമാൻ റാവുത്തറുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ മുൻ MP PT തോമസ്, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ഊരക്കാട്ട്, റോഷി അഗസ്റ്റിൻ MLA, AP ഉസ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാൻ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ BJP-യുടെ പഴയ സംഘടനയായിട്ടുള്ള ഭാരതീയ ജനസംഘം ചേരുന്ന ജനതാ പാർട്ടിയുമായി CPM സഖ്യകക്ഷിയായിരുന്നു. അന്ന് ഉദുമയിൽ ഭാരതീയ ജനസംഘം നേതാവായിരുന്ന മാരാർജിക്ക് വേണ്ടി CPM നേതാക്കന്മാർ വോട്ടുപിടിച്ചു. അന്ന് കൂത്തുപറമ്പിൽ മത്സരിച്ച സഖാവ് പിണറായി വിജയന് വേണ്ടി ജനസംഘക്കാർ വോട്ടുപിടിച്ചു. പിന്നീട് VP സിംഗിന്റെ സർക്കാർ എങ്ങനെ അധികാരത്തിൽ വന്നു, എങ്ങനെ മുന്നോട്ട് പോയി? ഒരു ഭാഗത്ത് BJP, വേറൊരു ഭാഗത്ത് CPM. ഈ കൂട്ടുകെട്ട് ഇനിയും അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടില്ല എന്നൊന്നും ആർക്കും ഉറപ്പിച്ചു പറയാനാവില്ല. വഴിത്തല പാലക്കുഴ പഞ്ചായത്തിലെ വള്ളോപ്പിള്ളി ഭാഗത്ത് വീടിന് സമീപത്തെ കിണറ്റിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. മങ്ങാട്ടുകട്ടയിൽ ക്ലമന്റിന്റെ പുരയിടത്തിലെ കിണറ്റിലാണ് പുലിയെ കണ്ടെത്തിയത്. കറുത്ത പുള്ളിപ്പുലിയെയാണ് കണ്ടെത്തിയത്. ഇതിന് 30 കിലോ തൂക്കവും 4 വയസ്സിനടുത്ത് പ്രായവുമുണ്ടെന്ന് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടേതിന് സമാനമായ ജീവിയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. ഇനിയൊരിടവേള. ഐമാൾ our destination. ടൂൾസുകളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ഐമാൾ തൊടുപുഴയിൽ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ എല്ലാത്തരം ടൂൾസുകളും മിതമായ വിലയിൽ. ടൂൾസുകളുടെ കൊട്ടാരം ഐമാൾ മൈമാൾ. ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സെലിബ്രേറ്റിംഗ് 64 years of service. Lunars, Lunars down, என்றுமே comfort. Lunars, Lunars down, ரொம்ப ரொம்ப fit. புது புது ரகங்களில் மனதினை கவருது Lunars. Lunars in fashion, passion, attraction, எங்கெங்கும் என் Lunars. Lunars, Lunars, இது ரொம்ப ரொம்ப சூப்பர். Lunars, பாதங்களுக்கு உண்டு ஆசை. பூவி பின் பூவி இன் மரரே
കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, പുളിമൂട്ടിൽ പൈനിയർ കോംപ്ലക്സ്, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഇലക്ട്രിക് ഐറ്റംസ്, ഫാൻസി ലൈറ്റുകൾ, വി-ഗാർഡ് മോട്ടോർ, വാട്ടർ ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, CP ടാപ്പുകൾ, സ്റ്റീൽ സിങ്കുകൾ, ടവൽ റാഡുകൾ, PVC പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, മിറർ മുതലായവയുടെ വിപുലമായ ശേഖരം. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഫോൺ 228863225501. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. Let your deposits grow safe. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കുരുവിത്തടം ഏജൻസീസ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഓവൻ, ഗ്രൈൻഡർ, AC, അയൺ ബോക്സ്, ഫാൻ തുടങ്ങി വിവിധങ്ങളായ ഗൃഹോപകരണങ്ങളുടെ അമൂല്യ ശേഖരവുമായി കുരുവിത്തടം ഏജൻസീസ്. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. വീടുകളുടെ പോർച്ചുകൾക്കും മുറ്റത്തിനും അനുയോജ്യമായ ഡിസൈനർ ടൈലുകളുടെ വിവിധ മോഡലുകൾ. മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ടൈലുകൾ വിരിച്ചു കൊടുക്കുന്നു. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. ലോകോത്തര നിലവാരമുള്ള സ്മാർട്ട് ഫോൺ ശ്രേണികളുടെ ഒരു അത്ഭുത ലോകം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, IP ക്യാമറ, കമ്പ്യൂട്ടർ ആക്സസറീസ് തുടങ്ങിയവയുടെ വിവിധ ബ്രാൻഡുകൾ കൂടാതെ ഉന്നത നിലവാരമുള്ള IT പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുന്നതിനൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും ലാപ്ടോപ്പ് സർവീസും ഞങ്ങൾ നൽകുന്നു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്, തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. പൈനാപ്പിൾ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് PC ജോർജ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നടുക്കര അഗ്രോ പ്രോസസിംഗ് കമ്പനി സർക്കാർ ഏറ്റെടുത്തതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. കമ്പനിയിൽ കർഷകർക്കുണ്ടായിരുന്ന ഷെയർ പിടിച്ചെടുത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും PC ജോർജ് പറഞ്ഞു. ജോസ് കോലടി, EK ഹസൻകുട്ടി, റോയ് വാരികാട്, മനോജ് ആന്റണി, അഡ്വക്കേറ്റ് രാഹുൽ ജോ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൈനാപ്പിൾ ഫെസ്റ്റ് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ്. ആ ഫെസ്റ്റ് നിർത്തിവെക്കണം, പാടില്ല. ഫെസ്റ്റ് നടത്തുന്നത് കർഷകന് മിനിമം വിലയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് 17 രൂപ കിലോയ്ക്ക് പ്രഖ്യാപിച്ചതാണ്. ആ 17 രൂപ വെച്ച് കൊടുത്തിട്ട് വേണം കൊടുത്ത് പൈനാപ്പിൾ സംഭരിക്കാനുള്ള നടപടി സ്വീകരിച്ച് നടത്താനെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രത്യേകിച്ച് 20 രൂപയാണ് ഫെസ്റ്റിന് വേണ്ടി ഹോർട്ടിക്കൾച്ചർ മിഷൻ മാറ്റിവെച്ചത്. ബാക്കി 20 കോടി രൂപ അഭ്യുദയമെന്നാണ് കേട്ടത്. 40 ലക്ഷം രൂപയുടെ ഫെസ്റ്റ് വെച്ചിരിക്കുക. കൃഷിക്കാരണിയിൽ 8 രൂപ എ ടൈപ്പ് പൈനാപ്പിൾ എന്നിട്ട് ഫെസ്റ്റുമായിട്ട് നടക്കുന്നത് മോശം ഇടപാടാണ്. 1-ാം തീയതി 4 മണിക്ക് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ യോഗം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. യോഗം ഫെബ്രുവരി 1-ാം തീയതി 4 മണിക്ക് പ്രതിഷേധ യോഗം വാഴക്കുളത്ത് ചേരുന്നുണ്ട്. കർഷകരെയും അഭ്യുദയകാംക്ഷികളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. തീർച്ചയായും ഒരു വലിയ ജനകീയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മലയോര കർഷകന് നാശത്തിൽ നിൽക്കുമ്പോൾ വിലയിൽ ഒന്നിനും, റബ്ബറിന് വിലയില്ല, ഏലത്തിന് വിലയില്ല, നമ്മുടെ കൈതച്ചക്കട പൈനാപ്പിൾ ഈ നിരയായിരിക്കുന്നത്. പൈനാപ്പിളിന് വില കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ശക്തമായ ആവിഷ്കരിക്കുകയാണ്. സോളാർ അഴിമതി കേസിൽ കുരുങ്ങിയ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ DYFI പ്രവർത്തകർ പ്രകടനം നടത്തുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു.
സെക്രട്ടറി എം മധു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കെ ഷിംനാസ്, യദീൻ ജോസഫ്, അബി ചെറിയാൻ, വിപിൻ ബോസ്, കൃഷ്ണകുമാർ, രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലെ ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ എണീറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു മന്ത്രി ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ഈ കേരളത്തിന്റെ UDF-ന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണം ഈ കേരളത്തിൽ സരിത എസ് നായർ നടത്തുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ DYFI പോലൊരു പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല. തായ്ക്കൊണ്ടോ ജില്ലാതല ഉദ്ഘാടനം പൂമാല സ്കൂളിൽ നടന്നു. RMS ജില്ലാ പ്രോഗ്രാമിന്റെ ഭാഗമായി പൊതുവിദ്യാലയത്തിലെ പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച തായ്ക്കൊണ്ട പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ നിർവഹിച്ചു. നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞതനുസരിച്ച് യാത്രാവേളകളിൽ ബസ് യാത്രയിലും അതുപോലെ നമ്മുടെ ദൂരദേശ യാത്ര ട്രെയിൻ അതുപോലുള്ള യാത്രാവേളകളിൽ സ്ത്രീകൾ ധാരാളം പ്രവർത്തനങ്ങളെ നമ്മുടെ നേരെ ഉയർത്തുന്ന അവരുടെ നേരെ ഉയർത്തുന്ന ശക്തികളെ അതിക്രമിച്ച് വലിപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടത്തുമെന്നുള്ള ഒരു ഇതില്ല. പരിശീലന പരിപാടി ഉദ്ഘാടനം ആണ് ആദ്യമായിട്ട് ഈ സ്കൂളിൽ അങ്ങനെ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് ഞാൻ നേതൃത്വം നൽകുന്ന ഇടുക്കി ജില്ലാ തായ്ക്കൊണ്ട അസോസിയേഷൻ കാരോട് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇത് മറ്റ് സ്കൂളുകളിലേക്ക് ഏത് രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ എവിടെയാണെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുകളിലായിരിക്കാം ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. എങ്കിൽ ഇതിന് മുൻതൂക്കം കൊടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CV സുനിതയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മർട്ടിൻ മാത്യു, M മോനിച്ചൻ, വാർഡ് മെമ്പർ ലളിതമ്മ വിശ്വനാഥൻ, ശശികുമാർ കിഴക്കേടം, ഓമന EN, മുഹമ്മദ് ഷാൻ VS തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ ജോയ് വർഗീസ് സ്വാഗതവും സുഹറ ബീവി നന്ദിയും പറഞ്ഞു. തായ്ക്കൊണ്ടോ ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രദർശന പരിപാടിയും ഉണ്ടായിരുന്നു. കുട്ടികളിൽ ഏകാഗ്രതയും കാര്യക്ഷമതയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സേവന മികവിനുള്ള മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ എക്സൈസ് മെഡലിന് വണ്ടിപ്പെരിയാർ എക്സൈസ് ഇൻസ്പെക്ടർ CK സുനിൽ രാജ് അർഹനായി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിൽ നിന്നും 14 പേരെയാണ് മുഖ്യമന്ത്രി മെഡലിനായി തെരഞ്ഞെടുത്തത്. സുനിൽ രാജിനെ സംബന്ധിച്ചിടത്തോളം ഈ അംഗീകാരം പ്രവർത്തന മികവിനും നിശ്ചയദാർഢ്യത്തിനും സത്യസന്ധതയ്ക്കും കൂടി ലഭിച്ച അംഗീകാരമാണ്. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അർപ്പണബോധത്തോട് സേവനം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് സുനിൽ. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ കേസുകൾ കണ്ടെത്തുന്നതിലും കാര്യക്ഷമമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ പഴുതുകളില്ലാതെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിൽ വലിയ ശ്രദ്ധ നൽകാറുണ്ട്. പ്രത്യേകിച്ച് മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിൽ നിയമപരമായ ശ്രദ്ധ ചെലുത്തുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനമാണ് പിന്തുടർന്നു വന്നത്. അതിനായി സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും പ്രമുഖ വ്യക്തികളെയും അണിനിരത്തുന്നതിനും അതീവ ശ്രദ്ധ നൽകുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിലും അവകളിലൂടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപഭോഗത്തെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടുള്ളതും സുനിൽ ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലാണ്. കേരളത്തിൽ തന്നെ എക്സൈസ് വകുപ്പിന് മാതൃകയാക്കാവുന്ന രീതിയിൽ പിന്നോക്ക മേഖലയിലെ കുട്ടികൾക്കായി സുനിൽ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ ഒരു പരിശീലന പരിപാടിയായിരുന്നു പ്രോജക്ട് ക്യാൻഡിൽ ലൈറ്റ്. അതിനായി വിവിധ സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും സഹകരിപ്പിക്കുവാനും സുനിലിന് കഴിഞ്ഞു. ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകി വ്യക്തിത്വ വികാസം നൽകുന്ന പരിപാടിയായിരുന്നു പ്രോജക്ട് ക്യാൻഡിൽ ലൈറ്റ്. 3 വർഷം തുടർച്ചയായി ഈ പരിശീലനം നൽകുവാൻ സാധിച്ചിരുന്നു. അപ്പോഴേക്കും സുനിൽ രാജിന് തൊടുപുഴയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചതിനാൽ പിന്നീട് ആ പ്രോജക്റ്റ് തുടർന്നു പോയില്ല. വണ്ടിപ്പെരിയാറിൽ എത്തിയതോർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള മയക്കുമരുന്നുകളുടെ ഒഴുക്ക് തടയുന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിരുന്നത്. സുനിൽ രാജ് വണ്ടിപ്പെരിയാറിൽ ചാർജ് എടുത്തതിനു ശേഷമുള്ള 1.5 വർഷത്തിനുള്ളിൽ ഏകദേശം 200-ലധികം ലഹരി മരുന്ന് കടത്ത് കേസുകളാണ് പിടികൂടിയിട്ടുള്ളത്. കുമളി വഴിയുള്ള മയക്കുമരുന്ന് കടത്തുകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ കാലയളവിൽ എക്സൈസ് വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. സുനിലിന്റെ ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടുകളാണ് മേലുദ്യോഗസ്ഥന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. തിരക്കുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും ആയിരിക്കാൻ സുനിലിന് കഴിയുന്നതും ഏറെ ശ്രദ്ധേയമാണ്. കലാ സാംസ്കാരിക സാമൂഹ്യ സേവന രംഗങ്ങളിൽ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുള്ള ഫ്യുജിക്കംഗ എന്ന സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് സുനിൽ രാജ്.
സൂര്യ ഫെസ്റ്റിവൽ അടക്കമുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ കലാപരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഫിജിഗംഗ ഏറെ പ്രാധാന്യം നൽകി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെയും പ്രചോദനം സുനിൽ രാജ് തന്നെയാണ്. വനാന്തരങ്ങളിൽ കഴിയുന്ന ആദിവാസി കുടികളിലും കോളേജുകളിലും സ്കൂളുകളിലും വരെ ഫിജിഗംഗ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തങ്കമണി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ LD ക്ലർക്കായാണ് സുനിലിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് എക്സൈസ് വകുപ്പിൽ പ്രിവന്റീവ് ഓഫീസർ തസ്തികയിൽ ജോലി ലഭിച്ചു. മൂവാറ്റുപുഴ, പാമ്പാടി, തൊടുപുഴ, മൂന്നാർ, കാക്കനാട്, ദേവികുളം ഡിസ്റ്റിലറി എന്നിവിടങ്ങളിൽ ജോലി നോക്കിയിട്ടുണ്ട്. കാഞ്ഞാറാണ് ജന്മനാട്. ഇപ്പോൾ മൈലക്കൊമ്പിലാണ് താമസം. മണ്ണിൽ പണിയെടുക്കുന്നതിന്റെ ആത്മസംതൃപ്തി പുതിയ തലമുറയ്ക്ക് അന്യമാണ്. 80-85 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആരോഗ്യത്തോടെ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന കുറെ കർഷകരെയാണ് ഇന്ന് VBC പരിചയപ്പെടുത്തുന്നത്. ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ? കവിവാക്കുകൾ അനർത്ഥമാക്കുന്നത് പോലെയാണ് നമ്മുടെ പോക്ക്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന നെയ്ശ്ശേരി സ്വദേശികളായ ചിലരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 80-85 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആരോഗ്യത്തോടെ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുകയാണ് ഇവർ. കുറെ പേർ ചെറുപ്പം മുതലേ അധ്വാനം ശീലമാക്കിയവർ. ജൈവ കൃഷിയിലൂടെ മണ്ണിനെ സംരക്ഷിച്ചും മണ്ണിൽ അധ്വാനിച്ചും കാർഷിക മേഖലയിലൂടെ ജീവിതം കരിപ്പിടിപ്പിച്ച് ഉന്നതിയിലെത്തി നിൽക്കുമ്പോഴും അധ്വാനശീലം ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറല്ല. തങ്ങൾ ഉൽപ്പാദിപ്പിച്ച വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കൾ, ചേന, ചേമ്പ്, കപ്പ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ മുതലായ ശുദ്ധമായവ കഴിച്ചു വളർന്നതുകൊണ്ടാണ് ഇപ്പോഴും ആരോഗ്യത്തോടിരിക്കാൻ കാരണമെന്ന് മേച്ചെടുത്ത് പാപ്പച്ചൻ പറയുന്നു. എനിക്ക് ഇപ്പം 85 വയസ്സായി. ഇപ്പോഴും പണിയെടുക്കാൻ വലിയ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഭക്ഷണ രീതികൾ ചെറുപ്പം മുതൽ ഈ ജൈവകൃഷിയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഭക്ഷിച്ചിരുന്നതുകൊണ്ട് ഇപ്പോൾ ആരോഗ്യത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പണിയെടുക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അവർ ഓരോരോ മേഖലകളിലേക്ക് മാറിപ്പോവുകയാണ്. ഇപ്പോൾ കാച്ചിൽ, ചേമ്പ്, ചേന, കപ്പ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊക്കെയാണ് കഴിച്ച് പോന്നിരുന്നത്. ഇപ്പോൾ അന്നത്തെ പച്ചക്കറികളൊക്കെ, പയർ, വെണ്ടയ്ക്ക ഇതൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അത് ജൈവകൃഷികളാണ്. ഈ രാസവളങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം രാജ്യം വിളിക്കുമ്പോഴും രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന രണ്ടാമത്തെ സൈന്യമായ കർഷകൻ എവിടെയാണ് നീതി ലഭിക്കുന്നത്? കർഷക ഉൽപ്പന്നങ്ങൾക്കും റബ്ബറിനും ന്യായമായ വില ലഭിക്കുന്നില്ലെങ്കിൽ കർഷകന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പക്ഷേ ഭരണകൂടങ്ങൾ അനുകൂലമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നാൽ വ്യവസായ മേഖലയെ സർക്കാർ തോളിലേറ്റി സംരക്ഷിക്കുന്നു. ഇത് കർഷകനോടുള്ള അവഗണനയും കർഷകൻ്റെ നട്ടലൊടിക്കുന്ന സാഹചര്യവുമാണ് ഇന്നുള്ളത്. ജോലി ചെയ്യുന്നതിൽ നല്ല ആത്മസംതൃപ്തി ഉണ്ടെന്നും മനസ്സിന് നല്ല ഊർജ്ജസ്വലത കിട്ടുന്നുണ്ടെന്നും, എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും റബ്ബറിനും ന്യായമായ വില ലഭിക്കാത്തത് കാർഷിക മേഖലയെ പിന്നോട്ടടിക്കുന്നതായി ഇവർ പറഞ്ഞു. ലൂണ സ്കൂട്ടറാണ് പാപ്പച്ചൻ ചേട്ടന്റെ സ്വന്തം സഹചാരി. യാത്രകൾ മിക്കപ്പോഴും ലൂണയിൽ തന്നെ. മണ്ണിൽ അധ്വാനിച്ച് നാടിന്റെ ഭക്ഷ്യസംരക്ഷണത്തിൽ പങ്കാളികളാകുന്ന കർഷകരെ നമുക്ക് ആദരിക്കാം. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഒരിടവേള കൂടി. വൈഡൂര്യനിധിയോ ഇവൾ, കനകമലരോ പൊന്നിപ്പൂമലരോ ഇവളാരോ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Celebrating 64 years of service. Lunars, lunars down, என்றுமே comfort. Lunars, lunars down, ரொம்ப ரொம்ப fit. புது புது ரகங்களில் மனதின கவருது Lunars. Lunars in fashion, passion, attraction எங்கெங்கும் என் Lunars. Lunars, Lunars இது ரொம்ப ரொம்ப சூப்பர். லூனார்ஸ் பாதங்களுக்கு முண்டு ஆசை. பூவி பின் பூவி
ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി പുളിമൂട്ടിൽ പൈനിയർ കോംപ്ലക്സ് മണക്കാട് ജംഗ്ഷൻ തൊടുപുഴ. ഇലക്ട്രിക് ഐറ്റംസ്, ഫാൻസി ലൈറ്റുകൾ, വി-ഗാർഡ് മോട്ടോർ, വാട്ടർ ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, CP ടാപ്പുകൾ, സ്റ്റീൽ സിങ്കുകൾ, ടവൽ റാഡുകൾ, PVC പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, മിറർ മുതലായവയുടെ വിപുലമായ ശേഖരം. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, മണക്കാട് ജംഗ്ഷൻ തൊടുപുഴ. ഫോൺ 228863225501. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. Let your deposits grow safe. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കുരുവിത്തടം ഏജൻസീസ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഓവൻ, ഗ്രൈൻഡർ, AC, അയൺ ബോക്സ്, ഫാൻ തുടങ്ങി വിവിധങ്ങളായ ഗൃഹോപകരണങ്ങളുടെ അമൂല്യ ശേഖരവുമായി കുരുവിത്തടം ഏജൻസീസ്. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. വീടുകളുടെ പോർച്ചുകൾക്കും മുറ്റത്തിനും അനുയോജ്യമായ ഡിസൈനർ ടൈലുകളുടെ വിവിധ മോഡലുകൾ. മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ടൈലുകൾ വിരിച്ചു കൊടുക്കുന്നു. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമൊഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. ലോകോത്തര നിലവാരമുള്ള സ്മാർട്ട് ഫോൺ ശ്രേണികളുടെ ഒരു അത്ഭുത ലോകം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, IP ക്യാമറ, കമ്പ്യൂട്ടർ ആക്സസറീസ് തുടങ്ങിയവയുടെ വിവിധ ബ്രാൻഡുകൾ കൂടാതെ ഉന്നത നിലവാരമുള്ള IT പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുന്നതിനൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും ലാപ്ടോപ്പ് സർവീസും ഞങ്ങൾ നൽകുന്നു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്, തൊടുപുഴ. മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലിന് അർഹനായ വണ്ടിപ്പെരിയാർ എക്സൈസ് സബ് ഇൻസ്പെക്ടർ CK സുനിൽ രാജിനെ ഫ്യൂജി ഗംഗയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രസിഡന്റ് MD ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഹരികൃഷ്ണൻ, അനൂപ് ധന്വന്തരി, സന്തോഷ് അറയ്ക്കൽ, VSM നസീർ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. CK സുനിൽ രാജ് മറുപടി പ്രസംഗം നടത്തി. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടന്നു. ചാലക്കുമുക്കിൽ നിന്നും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് നടന്ന ഘോഷയാത്രയിൽ അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PK ഗോപിനാഥൻ, സെക്രട്ടറി PR രവീന്ദ്രനാഥൻ, കൺവീനർ ഷിജു കുന്നൽ എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കോളേജ് ഡേ ആഘോഷിച്ചു. പ്രശസ്ത യുവനടൻ നീരജ് മാധവ് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മെറിൻ ജോസഫ്, ചെയർമാൻ റോയൽ സണ്ണി, പ്രിൻസിപ്പൽ TM ജോസഫ്, ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, സ്റ്റാഫ് അഡ്വൈസർ KP ബെന്നി, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ജോർജ് തെങ്ങമ്പിളിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കോളേജ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി ചടുലമായ നൃത്ത ചുവടുകളുമായി നീരജ് മാധവ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കണ്ണുകൾക്ക് ഹരം പകർന്നു.
SNLP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷവും സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ജനുവരി 30-31 തീയതികളിൽ നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള സ്മാരക മന്ദിരവും ഓഡിറ്റോറിയവും കമ്പ്യൂട്ടർ ലാബും പ്ലേ സ്കൂള് എന്നിവയുടെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവും സംയുക്തമായി 2016 ജനുവരി 31 തീയതികളിൽ നടത്തപ്പെടുകയാണ്. ജനുവരി 31 ബഹുമാനപ്പെട്ട സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് അവറുകളുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പൊതുസമ്മേളന ഉദ്ഘാടനപ്പെട്ട നമ്മുടെ MP ജോയ്സ് ജോർജ് MP ആണ് നിർവഹിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട യൂണിയന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S പ്രവീൺ ഉദ്ഘാടനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നമ്മുടെ യോഗം കൗൺസിലർ ശ്രീ ഷാജി കല്ലാറിയാണ് നിർവഹിക്കുന്നത്. പ്ലേ സ്കൂൾ ഉദ്ഘാടനം ശ്രീമതി കൊച്ചു പൗലോസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഗാന്ധി യൂണിവേഴ്സിറ്റി ശ്രീ ഡോക്ടർ ഷീന ഷുക്കൂറാണ്. മുറിച്ചുണ്ട്, മുറിയെണ്ണാക്ക് എന്നിവയ്ക്ക് സൗജന്യ ചികിത്സാ ക്യാമ്പ് ജനുവരി 30 ചെറുതോണി വ്യാപാര ഭവനിൽ നടക്കും. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും മാലക്കര സെന്റ് തോമസ് ക്ലെഫ്റ്റ് ആൻഡ് ക്രോണിയോ ഫേഷ്യൽ സെന്ററും സംയുക്തമായി നടത്തുന്ന ക്യാമ്പിൽ 4 മാസം മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. കഴിഞ്ഞ 2015 ഏപ്രിൽ മാസത്തിൽ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും സെന്റ് തോമസ് ക്ലെഫ്റ്റ് ആൻഡ് ക്രോണിയോ ഫേഷ്യൽ സെന്ററും ഇവിടെ സംയുക്തമായിട്ട് ഇവിടെ നടത്തിയ ഒരു മെഡിക്കൽ ക്യാമ്പിനോട് അനുബന്ധമായിട്ട് ഈ മാസം 30 തീയതി രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് മുച്ചുണ്ട്, മുറിമൂക്ക്, മുറിയെണ്ണാക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കഴിഞ്ഞ മെഡിക്കൽ ക്യാമ്പ് വളരെ അധികം വിജയപ്രദമായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് 2ാം തവണയും ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലത്ത് നടന്ന കേരള സംസ്ഥാന അമച്വർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 64 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ അനുപ്രിയ ബിജു 2ാം സ്ഥാനം നേടി. വെള്ളി മെഡൽ നേടി ഇടുക്കി ജില്ലയ്ക്ക് അഭിമാനമായ അനുപ്രിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് 1ാം വർഷ BSc വിദ്യാർത്ഥിനിയും കരിമണ്ണൂർ പള്ളിക്കാമുറി കുറുപ്പമ്പടി വേങ്ങത്താനത്ത് ബിജുവിന്റെയും കനകയുടെയും മകളുമാണ്. ചരമ വാർത്തകൾ. കാഞ്ഞിരമറ്റം പുത്തൻ വീട്ടിൽ പരേതനായ ഗോപാലൻ നായരുടെ ഭാര്യ സൗദാമിനിയമ്മ നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് വീട്ടുവളപ്പിൽ. മക്കൾ കേശവൻ നായർ, പരേതനായ കൃഷ്ണൻ നായർ, PG ദാമോദരൻ നായർ, മധുസൂദനൻ നായർ, ഗോപകുമാർ, ബിജു, ശോഭന, ശ്രീദേവി. മരുമക്കൾ വത്സല, ലളിത, അംബിക, ശൈലജ, രമ, ശോഭ, ഗോപിനാഥൻ നായർ, രാജശേഖരൻ നായർ. സഹോദരൻ PK പുരുഷോത്തമൻ നായർ. മുളപ്പുറം പുത്തൻപുരയിൽ വർഗീസിന്റെ ഭാര്യ സാറാമ നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മുളപ്പുറം സെന്റ് ജോർജസ് യാക്കോബായ സൂറിയാനി പള്ളിയിൽ. മക്കൾ PV ജോൺ, ജോൺ വർഗീസ്, PV പൗലോസ്, മാത്യു വർഗീസ്, എബ്രഹാം വർഗീസ്, ഐസക് വർഗീസ്, തോമസ് കരിമ്പീച്ചിയിൽ. മരുമക്കൾ ഗിരിജ, ആനി, ആനിയമ്മ, ഡോക്ടർ മറിയമ്മ, ആനി, ബിൻസി, ബെറ്റ്സി. കല്ലൂർക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നെടുങ്കല്ലൽ NJ ജോസഫ് എന്ന കുഞ്ഞാപ്പുകുട്ടി നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30-ന് കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ. ഭാര്യ പരേതയായ അന്നക്കുട്ടി പാറപ്പുഴ നെടുങ്കല്ലൽ കുടുംബാംഗമാണ്. മക്കൾ ആനി സേവ്യർ പട്ടണമടത്തിൽ, ടോംസൺ ജോസഫ്, മേരി ജോസ് തറത്തിൽ പുത്തൻപുരിയിൽ, ലിസി ജോസഫ്, പരേതരായ ജോസ്, ഷാജി. മരുമക്കൾ പരേതനായ PU സേവ്യർ പട്ടണമടത്തിൽ, ജോസ് തറത്തിൽ പുത്തൻപുരിയിൽ, വിൻസെന്റ് PK പാലിയത്ത്. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ സാമൂഹിക, സാംസ്കാരിക, കായിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ഏറെക്കാലം വ്യാപൃതനായിരുന്നു. കോൺഗ്രസ് DCC മെമ്പർ, മണ്ഡലം പ്രസിഡന്റ്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, കല്ലൂർക്കാട് ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ, വിവിധ ക്ലബ്ബുകളുടെ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1950-60കളിൽ നാടകരംഗത്തും സജീവമായിരുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയംചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2525 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം.
റബ്ബർ RSS 4 കിലോഗ്രാമിന് 95 രൂപ 50 പൈസ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 91 രൂപ 50 പൈസ. ഇന്നത്തെ താപനില: കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജനവിധി തേടണമെന്ന് കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് PC ജോർജ്. മാറികയിൽ പുലിയെ കണ്ടെത്തിയത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കുണിഞ്ഞി മലനിരകളിൽ പുലികൾ ഉള്ളതായി നാട്ടുകാർ. സോളാർ അഴിമതി കേസിൽ കുരുങ്ങിയ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയുടെ എക്സൈസ് അവാർഡ് വണ്ടിപ്പെരിയാർ എക്സൈസ് സബ് ഇൻസ്പെക്ടർ CK സുനിൽ രാജിനെ ഫ്യൂജി ഗംഗ അഭിനന്ദിച്ചു. കോടിക്കുളം അഞ്ചക്കുളം ക്ഷേത്രത്തിൽ തിരുവത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി ഘോഷയാത്ര നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.